ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സേഫേഴ്സ് മലയാളം. ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെക്കോർഡ് ലെവൽ ആക്സസിബിലിറ്റിയെക്കുറിച്ചാണ്. സോ ആക്സസിബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ രണ്ട് ടെർമിനോളജീസ് പറയണം. ഒന്ന് OWD അഥവാ ഓർഗനൈസേഷൻ ബൈ ഡിഫോൾട്ട്, അടുത്തത് റോൾ ഹൈറാർക്കി. ഓക്കെ, അപ്പോൾ എന്താണ് OWD അഥവാ ഓർഗനൈസേഷൻ വൈൽ ഡിഫോൾട്ട്? അത് സെയിൽസ് ഫോഴ്സിൽ റെക്കോർഡ്സിന്, അതായത് നമ്മുടെ ഒബ്ജക്റ്റിനകത്തുള്ള നമ്മുടെ റെക്കോർഡ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലെവൽ ഓഫ് സെക്യൂരിറ്റിയാണ് ശരിക്കും OWD. അതായത് ഒരു OWD ആണ് ഒരു റെക്കോർഡിൻ്റെ ബേസ് ലെവൽ അഥവാ ഡീഫോൾട്ട് ലെവൽ ഓഫ് ആക്സസിബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് നമുക്കൊരു റെക്കോർഡിന് ഒരു OWD ഡിഫൈൻ ചെയ്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആക്സസിബിലിറ്റി കൊടുക്കാൻ പറ്റില്ല. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മിനിമം ലെവൽ സെക്യൂരിറ്റി എന്താണ് അഥവാ ആക്സസിബിലിറ്റി എന്താണെന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിനെ അതിൻ്റെ മിനിമം ലെവൽ ഓഫ് സെക്യൂരിറ്റിയിലേക്ക് ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബാക്കി ആക്സസിബിലിറ്റി നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഓർഗനൈസേഷൻ വൈൽ ഡിഫോൾട്ടിൻ്റെ ആക്സസ് ലെവൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് പ്രൈവറ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസ് ലെവൽ ആക്സസിബിലിറ്റി നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ്സ് കാണാൻ ആ റെക്കോർഡ് ഓണർക്ക് മാത്രമേ സാധിക്കൂ. അടുത്ത ലെവൽ ആക്സസ് ആണ് പബ്ലിക് റീഡ് ഓൺലി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസ് ലെവൽ ആക്സസിബിലിറ്റി പ്രൈവറ്റ് റീഡ് ഓൺലി ആണെങ്കിൽ ആ ഒബ്ജക്റ്റിനകത്തുള്ള എല്ലാ റെക്കോർഡ്സുകളും എല്ലാവർക്കും കാണാൻ സാധിക്കും. അതായത് ആര് ക്രിയേറ്റ് ചെയ്ത റെക്കോർഡ്സ് ആയാലും എല്ലാ ആളുകൾക്കും കാണാൻ സാധിക്കും. ഞാൻ വീണ്ടും പറയുന്നു, കാണാൻ സാധിക്കും. എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് വിസിബിലിറ്റി ഉണ്ടാവും. അല്ലാതെ അത് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പുതിയൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നുമുള്ള ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. അടുത്തതാണ് പബ്ലിക് റീഡ് റൈറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ ബേസ് ലെവൽ സെക്യൂരിറ്റി നമ്മൾ റീഡ് റൈറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ്സ് എല്ലാവർക്കും കാണാനും സാധിക്കും. അതേപോലെ ആ റെക്കോർഡ്സ് നമുക്ക് ഓൾട്ടർ ചെയ്യാനും സാധിക്കും. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, OWD അതായത് ഓർഗനൈസേഷൻ വൈൽ ഡിഫോൾട്ട് സെറ്റിങ്സ് ആണ് ശരിക്കും ഒരു റെക്കോർഡിൻ്റെ മാക്സിമം ആക്സസിബിലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ പബ്ലിക് റീഡ് റൈറ്റ് എന്ന് പറയുന്ന ആക്സസിബിലിറ്റിയാണ് ഒരു റെക്കോർഡിന് കൊടുക്കുന്നതെങ്കിൽ ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിനേക്കാൾ ഏറെ ആക്സസിബിലിറ്റി നിങ്ങൾക്ക് ആ ഒരു റെക്കോർഡിന് കൊടുക്കാൻ സാധിക്കത്തില്ല. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മാക്സിമം ലെവൽ ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിക് റീഡ് റൈറ്റ് ആണ്. അതായത് ഏതൊരാൾക്കും കാണാനും അത് എഡിറ്റ് ചെയ്യാനുമുള്ള ആക്സസിബിലിറ്റിയാണ് നിങ്ങൾ ആ ഒബ്ജക്റ്റിൽ ആ റെക്കോർഡിന് കൊടുത്തിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ റെക്കോർഡിൻ്റെ ആക്സസിബിലിറ്റിയെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊന്നാണ് കൺട്രോൾഡ് ബൈ പേരൻസ്. ഇതൊരു സ്പെഷ്യൽ ആക്സസിബിലിറ്റിയാണ്. ഇത് നമുക്ക് ഒരു മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പിൽ മാത്രം ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസിബിലിറ്റിയാണ്. അതായത് ഒരു ചൈൽഡ് ഒബ്ജക്റ്റിൻ്റെ ആക്സസിബിലിറ്റി എപ്പോഴും ഒരു പേരൻ്റ് ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. അഥവാ ആ പേരൻ്റ് ഒബ്ജക്റ്റിൻ്റെ അതേ പകർപ്പ് തന്നെയായിരിക്കും. അതായത് ഒരു യൂസറിന് പേരൻ്റ് ഒബ്ജക്റ്റിൽ ആക്സസിബിലിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് തരം ആക്സസിബിലിറ്റിയാണോ ഉള്ളത് അതേ ആക്സസിബിലിറ്റി തന്നെയായിരിക്കും ചൈൽഡ് ഒബ്ജക്റ്റിൽ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊക്കെ തരത്തിലുള്ള ആക്സസിബിലിറ്റി നമുക്കൊരു റെക്കോർഡിന് ബേസ് ലൈനായിട്ട് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഒരു റെക്കോർഡിനുള്ള മാക്സിമം സെക്യൂരിറ്റി എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, സപ്പോസ് നിങ്ങൾ ഒരു ഒബ്ജക്റ്റിന് പ്രൈവറ്റ് ആയിട്ടാണ് അതിൻ്റെ ആക്സസിബിലിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് അതിൻ്റെ OWD അഥവാ ഓർഗനൈസേഷൻ വൈൽ ഡിഫോൾട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ്. അതായത് OWD സെറ്റിങ്സ് പ്രൈവറ്റ് ആണെങ്കിൽ ആ റെക്കോർഡിൻ്റെ റെക്കോർഡ് ഓണർക്ക് മാത്രമേ ആ റെക്കോർഡ് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നിന്നുകൊണ്ട്, അതായത് ഈ ഒരു ബേസ് ലൈനിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ആക്സസിബിലിറ്റി ഓപ്പൺ അപ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇനി ഇതാണ് നമ്മുടെ മാക്സിമം സെക്യൂരിറ്റി അഥവാ മാക്സിമം ആക്സസിബിലിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രൈവറ്റാണ്. പക്ഷേ ഒരു പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ അത് ആര് ക്രിയേറ്റ് ചെയ്യുന്നു അവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. പക്ഷേ അത് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു റൂളല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു റെക്കോർഡിനെ, അതായത് ആക്സസ് ചെയ്യുന്ന റെക്കോർഡിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് മറ്റ് യൂസേഴ്സിനും കൂടി ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ടെക്നിക്സുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ഷെയറിങ് റൂൾസ്. അപ്പോൾ ഷെയറിങ് റൂൾസ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ്സ് മറ്റൊരാൾക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റൊരു യൂസറിനോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിനോ, അല്ലെങ്കിൽ ഒരു റോൾസിനോ, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനോ, റോൾസ് ആൻഡ് സബോർഡിനേറ്റ്സിനോ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. രണ്ട് രീതിയിലാണ് ഷെയറിംഗ് റൂൾ വർക്ക് ചെയ്യുന്നത്. ഒന്ന് ക്രൈറ്റീരിയ ഓർ യൂസർ ബേസ്ഡ് ഷെയറിംഗ് റൂൾസ്, മറ്റൊന്ന് മാനുവൽ ഷെയറിംഗ്. യൂസർ ബേസ്ഡ് അഥവാ യൂസർ റോൾ ബേസ്ഡ് ഷെയറിംഗ് റൂൾ
അഥവാ ക്രൈറ്റീരിയ ബേസ്ഡ് ഷെയറിംഗ് റൂൾസ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഷെയറിംഗ് റൂൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു റെക്കോർഡിനകത്തെ ഏതെങ്കിലും ഒരു ഫീൽഡിൻ്റെ ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമ്മളതിനെ ക്രൈറ്റീരിയ ബേസ്ഡ് ഷെയറിംഗ് റൂൾസ് എന്ന് പറയും. മറ്റൊന്നാണ് യൂസർ റോൾ ബേസ്ഡ് ഷെയറിംഗ് റൂൾ. അതായത് ഒരു റെക്കോർഡിൻ്റെ യൂസറെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഷെയറിംഗ് റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ യൂസർ റോൾ ബേസ്ഡ് ഷെയറിംഗ് റൂൾസ് എന്ന് വിളിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് സ്റ്റേജസ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആക്സസിബിലിറ്റി എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ് എനിക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. എന്നിട്ട് ഞാനൊരു ക്രൈറ്റീരിയ ആഡ് ചെയ്യുകയാണ്. അതായത് സപ്പോസ് ഈ ഓപ്പർച്യൂണിറ്റി ക്ലോസ്ഡ് വോൺ ആവുകയാണെങ്കിൽ അത് എല്ലാവർക്കും കാണാൻ സാധിക്കണം. ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് ബേസ് ചെയ്യുന്നത് ആ ഒരു ഫീൽഡിനെയാണ്. ആ ഫീൽഡ് എപ്പോൾ, അതായത് സ്റ്റേറ്റസ് എന്ന് പറയുന്ന ഫീൽഡ് എപ്പോൾ ക്ലോസ്ഡ് വോൺ ആകുന്നോ അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്രൈറ്റീരിയ ബേസ്ഡ് ഷെയറിംഗ് റൂൾ എന്ന് വിളിക്കുന്നത്. അടുത്തത് യൂസർ റോൾസ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂസറിന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റെക്കോർഡ് അതെല്ലാവർക്കും കാണാൻ സാധിക്കണം, അഥവാ അതെല്ലാവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അതിലൊരു ആക്സസിബിലിറ്റി ഉണ്ടാകണം. ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ യൂസർ റോൾ ബേസ്ഡ് ഷെയറിംഗ് റൂൾസ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതാണ്, കാരണം നമ്മളിത് ഓട്ടോമേറ്റ് ചെയ്യുന്ന രണ്ട് തരം പ്രോസസ്സാണ്. ഓക്കെ, അടുത്ത ഷെയറിംഗ് റൂളാണ് മാനുവൽ ഷെയറിംഗ്. അതായത് ക്രൈറ്റീരിയ ബേസ്ഡ് ഷെയറിംഗ് റൂൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഇത് ബേസ്ഡ് ഓൺ എ ക്രൈറ്റീരിയ ഓർ എ യൂസർ. ഇനി ഇത് രണ്ടും വേണ്ട. സപ്പോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു റെക്കോർഡ് എനിക്ക് മാനുവലായിട്ട് ഏതെങ്കിലും മറ്റൊരാൾക്കോ അതായത് മറ്റൊരു യൂസറിനോ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിനോ അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ എനിക്ക് മാനുവലി അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ മാനുവൽ ഷെയറിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്തത് റോൾ ഹൈറാർക്കി. റോൾ ഹൈറാർക്കി എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഓർഗനൈസേഷനും ഒരു ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഏറ്റവും ടോപ്പിലുള്ളത് CEO ആയിരിക്കും, അതിൻ്റെ തൊട്ടിന് താഴെ മറ്റൊരു പൊസിഷൻസ് ഉണ്ടാവും. ഇതിൽ നമ്മൾ ആക്സസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ CEOയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആക്സസിബിലിറ്റി ഉള്ളത്, കാരണം അദ്ദേഹമാണ് ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ളത്. അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള പൊസിഷന് അദ്ദേഹത്തിൻ്റെ അത്ര ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. അതുപോലെ കുറഞ്ഞു വരും. അങ്ങനെ ഈ ഒരു പൊസിഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്സസിബിലിറ്റിയാണ് നമ്മൾ റോൾ ഹൈറാർക്കി എന്ന് വിളിക്കുന്നത്. ഈ റോൾ ഹൈറാർക്കി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന OWD അതായത് ഓർഗനൈസേഷൻ വൈൽ ഡിഫോൾട്ടിനെ ഓവർകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഒരു എക്സാമ്പിൾ സിനാറിയോ നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്കിങ്ങനൊരു ചാർട്ട് കാണാം. ഈ ഒരു ചാർട്ടിൽ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഫസ്റ്റ് 3 പൊസിഷൻസ് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും താഴെയുള്ള പൊസിഷനാണ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, IT മാനേജേഴ്സ്, HR മാനേജേഴ്സ്. നമുക്കൊരു സിനാറിയോ എടുക്കാം. അതായത് ഈ ഒരു ഓർഗിൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് OWD പ്രകാരം, അതായത് ഓർഗനൈസേഷൻ വൈൽഡ് ഡിഫോൾട്ട് സെറ്റിങ്സ് പ്രകാരം പ്രൈവറ്റ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിലുള്ള യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ് ആ യൂസറിന് മാത്രമേ കാണാൻ സാധിക്കൂ. എന്നാൽ അതേസമയം നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനിൽ റോൾ ഹൈറാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു റോളിലുള്ള യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ് ഒരു CIOയ്ക്കും അതേപോലെ തന്നെ CEOയ്ക്കും കാണാൻ സാധിക്കും. കാരണം CIOയും CEO ഈ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന റോളിനേക്കാളും ഹയർ ഇൻ പൊസിഷനാണ് ആസ് പെർ ദ റോൾ ഹൈറാർക്കി. അതേപോലെ ഈ CIOയുടെ റെക്കോർഡ്സുകൾ CEOയ്ക്ക് കാണാൻ സാധിക്കും. അതേസമയം ഈ CIO ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ്സുകളൊന്നും തന്നെ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിനോ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനോ മറ്റാർക്കും തന്നെ കാണാൻ സാധിക്കത്തില്ല. കാരണം റോൾ ഹൈറാർക്കി വർക്ക് ചെയ്യുന്നത് എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കാണ്. ഇതാണ് ഹൈറാർക്കി മോഡൽ. ഓക്കെ, നമുക്കിനി നമ്മുടെ ഓർഗിലേക്ക് ഈ ഒരു ഹൈറാർക്കി മോഡലിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ സെയിൽസ്ഫോഴ്സിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതല്ല നിങ്ങൾക്ക് സെയിൽസ്ഫോഴ്സിലെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ സെയിൽസ്ഫോഴ്സ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ സെയിൽസ്ഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്, ഓട്ടോമേഷൻ എല്ലാം തന്നെ കവർ ചെയ്യുന്നതാണ്. ഡെയിലി ക്ലാസ്സസും അതുപോലെ തന്നെ വീക്കെൻഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഡെയിലി ക്ലാസ്സസ് ഏർലി മോർണിംഗ് ആയിരിക്കും. വീക്കെൻഡ് ക്ലാസ്സസിന് ടൈം ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അതിനകത്ത് നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. ഇവിടെ നമുക്ക് സെറ്റപ്പിലേക്ക് പോകാം. ഓക്കെ, എന്നിട്ട് താഴെ അഡ്മിനിസ്ട്രേഷൻ ടാബിൽ യൂസേഴ്സിന് അണ്ടറിൽ നമുക്ക് റോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യാം. ഇത്രയൊന്നും പോയില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ക്വിക്ക് ഫൈൻഡ് ബോക്സിനകത്ത് റോൾസ് എന്ന് ടൈപ്പ് ചെയ്താലും ഈ ഒരു ഓപ്ഷനിലോട്ട് എത്തിച്ചേരും. ഇനി നമുക്ക് സെറ്റപ്പ് റോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്
നമ്മളുടെ ഓർഗനൈസേഷൻ ചാർട്ട്. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്ത് ഇത്രയല്ല, ഇതിനേക്കാളും കൂടുതലുണ്ട്. നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ എക്സ്പാൻഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ടോട്ടൽ റോൾസ് ആൻഡ് പൊസിഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ട്രീ വ്യൂ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ബ്രാഞ്ചസ് ബൈ ബ്രാഞ്ചസ് ആണ് റോൾസ് ആഡ് ചെയ്തേക്കുന്നത്. ഇതല്ലാതെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. സോർട്ടഡ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു മോഡലിൽ വരും. അതായത് ഒരു ലിസ്റ്റ് വ്യൂ കിട്ടും. ഇതല്ല, നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഓക്കെ. നമുക്കിനി ബാക്ക് ടു ട്രീ മോഡിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർട്ട്. അപ്പോൾ ആദ്യം നമുക്കുള്ളത് CEO ആണ്. CEO ഓൾറെഡി അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് CEO. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. CEOയ്ക്ക് തൊട്ട് താഴെ 3 റോൾസ് ഉണ്ട്. അതിൽ ആദ്യത്തത് CIO ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, CEOയ്ക്ക് തൊട്ട് താഴെ നമ്മളൊരു പുതിയ റോൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു ആഡ് റോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ലേബൽ എടുക്കുക. നമ്മുടെ ലേബൽ എന്താണ്? CIO. ഓക്കെ. തൊട്ട് താഴെ റോൾ നെയിമുണ്ട്. അതായത് ഇതാണ് ഡിസ്പ്ലേ നെയിം, CIO എന്ന് കാണിക്കും. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ API നെയിം, റോൾ നെയിം CIO. ഇനി ഇത് ആരെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഏത് റോളിൻ്റെ അണ്ടറിലാണ് ഈ റോൾ വരുന്നതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏത് റോളിൻ്റെ അണ്ടറിലാണ്? ഇത് CEOയ്ക്ക് താഴെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് സെലക്ട് ചെയ്ത്, അത് ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. CEO സെലക്ട് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് കാണാം CEO എന്ന് പറയുന്ന റോളിന് താഴെയായിരിക്കും CIO. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതല്ലേ, റോൾ നെയിം ആസ് ഡിസ്പ്ലേഡ് ഓൺ റിപ്പോർട്ട്സ്. അതായത് റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പം ഏത് പേരിലായിരിക്കണം ഈ ഒരു റോള് കാണേണ്ടത്, അത് നമ്മൾ CIO എന്ന് പറയുന്നത് തന്നെ കൊടുത്തേക്കുന്നു. ഓക്കെ, സേവ് ഇറ്റ്. ഇപ്പം നമ്മൾ നമ്മുടെ ചാർട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബാക്ക് ടു റോൾസ് ആൻഡ് ഷോപ്പ് റോൾസ്, ഇതല്ലേ, നമുക്കിവിടെ CEO ഉണ്ട്. CEOയുടെ തൊട്ട് താഴെ നമ്മൾ CIO എന്ന് പറയുന്നത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അടുത്തത് അതേ റോളിൽ തന്നെ നമുക്ക് CTO എന്ന് പറയുന്ന മറ്റൊരു റോൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ CEOയ്ക്ക് തൊട്ട് താഴെ ആഡ് റോൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് CTO എന്ന് ആഡ് ചെയ്യാം, CTO. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്യാം. ഇതൊരു മെത്തേഡാണ്. അടുത്ത മെത്തേഡ് ഞാനിപ്പോൾ പറയാം. CTO റോൾ നെയിം ആൻഡ് ഇതും CTO. ഓക്കെ, CTO. അപ്പോൾ റിപ്പോർട്ട് ടു CEO ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് ടു നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. അതിനേക്കാളും എളുപ്പമുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സേവ് ആൻഡ് ന്യൂ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇതേ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് അടുത്ത ലെവൽ കൊടുക്കുക. അടുത്ത ലെവൽ CHRO ആണ്. സോ CHRO. സോ റോൾ നെയിം CHRO. റിപ്പോർട്ട് ആരെയാണ്? നമ്മൾ CEO ആണ്. ഓക്കെ, CEO കറക്റ്റാണ്. അടുത്തത് CHRO എന്ന് പറയുന്ന നെയിം തന്നെ നമുക്ക് റിപ്പോർട്ട്സിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അഗെയിൻ സേവ് ആൻഡ് ന്യൂ. അടുത്തത് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. സോ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, റോൾ നെയിം ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ട്. ഇതും നമുക്ക് സെയിം മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, ഒരു വ്യത്യാസമുണ്ട്, കണ്ടില്ലേ? റോൾ റിപ്പോർട്ട് ഇപ്പോൾ CEO ആണ്, പക്ഷെ നമുക്ക് CEO അല്ല, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് CIO ആണ്. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്തിട്ട് CIO സെലക്ട് ചെയ്ത് കൊടുക്കാം. സേവ് ആൻഡ് ന്യൂ. അടുത്തത് കണ്ടൻറ്റ് ക്രിയേറ്റർ. സോ കണ്ടൻറ്റ് ക്രിയേറ്റർ. കണ്ടൻറ്റ് ക്രിയേറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത് CIO ആണ്. സോ ഇവിടുന്ന് റിപ്പോർട്ട് റോൾ ചേഞ്ച് ചെയ്ത് CIO എന്ന് നമുക്ക് കൊടുക്കാം. സേവ് ആൻഡ് ന്യൂ. അടുത്തത് IT മാനേജർ. ഇനി IT മാനേജർ റിപ്പോർട്ട് ചെയ്യുന്നത് CTO ആണ്. സോ ഇവിടുന്ന് നമുക്ക് CTO സെലക്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഡിസ്പ്ലേ നെയിം IT മാനേജറാണ്. സേവ്. ഓക്കെ, സേവായി. ഇനി നമുക്ക് CHROയുടെ അണ്ടറിൽ HR മാനേജർ ആഡ് ചെയ്യണം. CHROയുടെ ഇതാണ് CHRO, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ HR മാനേജർ.
സേവ്. ഓക്കെ, നമുക്കിനി നമ്മുടെ ചാർട്ട് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ CEO എന്ന് പറയുന്ന പൊസിഷൻ കണ്ടു. തൊട്ട് താഴെ നമ്മൾ CHRO എന്ന് പറയുന്ന പൊസിഷൻ കാണുന്നു. CHRO എന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് HR മാനേജറെ കാണാം. CEO CHRO HR മാനേജർ, CEO CHRO HR മാനേജർ. ഓക്കെ, അതുപോലെ തന്നെ CIO ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് കണ്ടൻറ് ക്രിയേറ്ററിനെയും മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിനെയും കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ CTOയുടെ അണ്ടറിൽ നമുക്ക് ഒരു പൊസിഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് IT മാനേജർ. ഇനി ഇതിലേക്ക് നമ്മളൊരു യൂസറിനെ അസൈൻ ചെയ്തെന്ന് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ CEO ആയിട്ടൊരു യൂസറിനെ അസൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ്, ഡിലീറ്റ്, ദെൻ അസൈൻ. അസൈനിൽ ക്ലിക്ക് ചെയ്യുക. ഏത് യൂസറിനെയാണോ വേണ്ടത് ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് തരം യൂസേഴ്സ്. ഇപ്പോൾ അൺഅസൈൻഡ് ആയിട്ടുള്ള യൂസേഴ്സ്, ഇതിനകത്ത് ഞാൻ തൽക്കാലം ഓൾ യൂസേഴ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ യൂസേഴ്സും വരും. അതിനകത്തുനിന്ന് ഞാൻ സെയിൽഫോഴ്സ് മലയാളം എന്ന് പറയുന്ന ഈ ഒരു യൂസറിനെ ആഡിങ് ടു CEO ആൻഡ് സേവ് ഇറ്റ്. ഇപ്പോൾ CEO എന്ന് പറയുന്ന പൊസിഷനിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽഫോഴ്സ് മലയാളം എന്ന് പറയുന്ന യൂസർ ആഡ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് മറ്റൊരു യൂസറിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ CTO ആയിട്ട് നമുക്ക് CTO എവിടെയുണ്ട്, ഇവിടെയാണ് CTO അസൈൻ. അല്ലെങ്കിൽ വേണം നമുക്ക് ലാസ്റ്റ് ഉള്ളൊരു ഒരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിനെ ആഡ് ചെയ്യാം. സോ കം ടു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. എവിടെ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്? CIOയ്ക്ക് അണ്ടറിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. അസൈൻ ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരു യൂസറിനെ ആഡ് ചെയ്യാം. ഓൾ യൂസേഴ്സ് നമുക്ക് SF യൂസർ എന്ന് പറയുന്ന യൂസറിനെ ആഡ് ചെയ്യാം. സേവ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ആ യൂസർ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നിലധികം യൂസേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിന് മറ്റൊരു യൂസറിനെ ആഡ് ചെയ്യണമെങ്കിൽ അസൈൻ യൂസർ ടു ദിസ് റോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു യൂസറിനെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഓൾ യൂസേഴ്സ്. അതിനകത്തുനിന്ന് നമുക്കൊരു ഇൻ്റഗ്രേഷൻ ടെസ്റ്റ് യൂസറിനെ ആഡ് ചെയ്യാം. സേവ് ഇറ്റ്. അപ്പോൾ റോൾസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റോൾ ഹൈറാർക്കി വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് OWD അഥവാ ഓർഗനൈസേഷൻ വൈൽഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റപ്പിലേക്ക് പോകുക. ആദ്യം ക്വിക്ക് ഫൈൻഡ് ബോക്സിൽ നമുക്ക് ഷെയറിംഗ് റൂൾസ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷെയറിംഗ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് ഡീഫോൾട്ട് ഷെയറിംഗ് സെറ്റിങ്സ്, അതായത് ഓർഗനൈസേഷൻ വൈൽഡ് ഡീഫോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഓർഗനൈസേഷൻ വൈൽഡ് ഡീഫോൾട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ സെയിൽഫോഴ്സിനകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീഫോൾട്ട് ഇൻറ്റേർണൽ ആക്സസ്, അതായത് സെയിൽഫോഴ്സിനകത്ത് ഈ ഒബ്ജക്റ്റിനുള്ള ആക്സസ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡീഫോൾട്ട് എക്സ്റ്റേണൽ ആക്സസ്, അതായത് സെയിൽഫോഴ്സിനെ ഒരു എക്സ്റ്റേണൽ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്റ്റേണൽ സിസ്റ്റത്തിൽ ഈ ഒബ്ജക്റ്റുകളുടെ ആക്സസ് എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഗ്രാൻഡ് ആക്സസ് യൂസിങ് ഹൈറാർക്കീസ്, അതായത് ഹൈറാർക്കീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു എക്സാമ്പിൾ മോഡൽ, ഈ ഒരു ഹൈറാർക്കി മോഡൽ വെച്ചുകൊണ്ട് ഈ ഒരു ഒബ്ജക്റ്റുകൾക്ക് ആക്സസിബിലിറ്റി കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കിത് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതായത് റോൾ ഹൈറാർക്കി നമുക്ക് സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് ആകെ ഡിസേബിൾ ചെയ്യാൻ പറ്റുന്ന ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റം ഒബ്ജക്ട്സിലാണ്. കണ്ടില്ലേ, ഇതെല്ലാം നമ്മുടെ കസ്റ്റം ഒബ്ജക്ട്സ് ആണ്. ഈ കസ്റ്റം ഒബ്ജക്ട്സിനകത്തുനിന്ന് നമുക്ക് വേണ്ട എങ്കിൽ, സപ്പോസ് റോൾ ഹൈറാർക്കി നമുക്ക് ആവശ്യമില്ല എങ്കിൽ നമുക്കത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആക്സസിബിലിറ്റി ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ മൈ കസ്റ്റം ഒബ്ജക്റ്റ് എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിന് കൊടുത്തിരിക്കുന്ന ആക്സസിബിലിറ്റി എന്ന് വെച്ചാൽ പബ്ലിക് റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞു പബ്ലിക് റീഡ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ്സുകളെല്ലാം തന്നെ എല്ലാ യൂസേഴ്സിനും ആക്സസിബിൾ ആയിരിക്കും. എല്ലാ യൂസേഴ്സ് ഇൻ ദ സെൻസ് ഏതൊക്കെ യൂസറിനാണോ ഈ ഒബ്ജക്റ്റിലേക്ക് ആക്സസിബിലിറ്റി ഉള്ളത് അവർക്കെല്ലാവർക്കും ഈ ഒരു റെക്കോർഡിനകത്തും, അതായത് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ റെക്കോർഡിലേക്കും ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ അത് റീഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഇത് ഞാൻ പബ്ലിക് റീഡ് ഓൺലി ആക്കുകയാണെങ്കിൽ മൈ കസ്റ്റം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിനകത്ത് ആക്സസിബിലിറ്റി ഉള്ള എല്ലാ യൂസേഴ്സിനും അതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ റെക്കോർഡ്സും കാണാൻ സാധിക്കും. പക്ഷെ അത് ആൾട്ടർ ചെയ്യാൻ സാധിക്കില്ല. അടുത്തൊരു ഓപ്ഷൻ പ്രൈവറ്റ്.
അതായത് മൈ കസ്റ്റം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് അയാൾക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. എന്നാൽ ഇവിടെ നമ്മൾ ഹൈറാർക്കി മോഡിൽ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഈ ഒരു ഒബ്ജക്റ്റിൽ ആ യൂസറിന് മാത്രമല്ല കാണാൻ സാധിക്കുന്നത്, ആ യൂസറിൻ്റെ റോളിന് മുകളിലുള്ള എല്ലാ യൂസേഴ്സിനും ഇത് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ മുകളിലേക്ക് വന്നാൽ ചില സ്പെഷ്യൽ ഒബ്ജക്ട്സുകളുണ്ട്. ലീഡിൻ്റെ പ്രത്യേകത നമുക്കൊരു സ്പെഷ്യൽ ആക്സസ് കാണാൻ പറ്റും, അതായത് ട്രാൻസ്ഫർ. അതായത് ലീഡ് ഒബ്ജക്റ്റിൽ പ്രൈവറ്റ് റീഡ് ഓൺലി, പ്രൈവറ്റ് റീഡ് റൈറ്റ് എന്ന് മാത്രമല്ലാതെ പ്രൈവറ്റ് റീഡ് റൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതായത് ലീഡ് ഒബ്ജക്റ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റെക്കോർഡിനെ ഏതൊരു യൂസറിനും റീഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. അതുപോലെ മറ്റൊന്നാണ് കൺട്രോൾ ബൈ പേരൻറ്റ്. അതായത് ഒരു മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പിലുള്ള രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷനാണിത്. അതായത് ഒരു മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പിലുള്ള രണ്ട് ഒബ്ജക്റ്റുകളിൽ ഡീറ്റെയിലിന് എപ്പോഴും മാസ്റ്റേഴ്സിനുള്ള അതേ ആക്സസിബിലിറ്റി തന്നെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇതാണ് OWD അഥവാ ഓർഗനൈസേഷൻ വൈൽ ഡീഫോൾട്ട് ചാർട്ട്. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കുന്നു ചേഞ്ച് ആവാൻ, കാരണം എൻറ്റയർ റെക്കോർഡിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.